നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് ഉണക്കമീൻ കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം. ഇത് കൂട്ടി ചോറിന് നല്ല ടേസ്റ്റാണ്. ഈ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് 5 ഉണക്കമീൻ എടുത്തിട്ടുണ്ട്. ഇത് പരവയാണ്. ഇത് നല്ലപോലെ കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. പച്ചത്തക്കാളിയുടെ ഒപ്പമാണ് നമ്മൾ ഈ തോരൻ വെക്കുന്നത്. ഇത് ചെറിയ തക്കാളിയാണ്, അതുകൊണ്ട് 5 എണ്ണം ഉണ്ട്. ഇച്ചിരി വലുതാണെങ്കിൽ നമുക്ക് 3 എണ്ണം മതിയാകും. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ ഉണക്കമീൻ ഉപ്പ് കളയാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കറി വെക്കാനായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലേ. പിന്നെ നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ തേങ്ങയും 5-6 ഉള്ളിയും കറിവേപ്പിലയും വേണം. ഇതിൻ്റെ കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.25 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടാം. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവനുസരിച്ചിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. തക്കാളിയൊക്കെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്. മീനൊന്ന് 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. എന്നിട്ടതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇനി നമുക്കിത് അടുപ്പയിലേക്ക് വെക്കാം. ആദ്യം തീ നല്ലപോലെ ഒന്ന് കൂട്ടി വെക്കണേ. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ തക്കാളി അരപ്പൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തക്കാളി ഏകദേശമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് മീനിടാം. മീനിവിടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. ഈ മീനിനും തക്കാളിക്കൊന്നും അധികം വേവില്ല. പെട്ടെന്നായി കിട്ടിയില്ല. വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതിയാവും. നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എന്തായി നോക്കാം. വെള്ളമൊക്കെ ഏകദേശമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിൽ തക്കാളിയും മീനും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കറിയിലേക്ക് നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒന്നും ആവശ്യമില്ലേ. ഇനി അത് വേണമെന്നുള്ളവർക്ക് ചെറിയൊരു അളവിലൊക്കെ ഇടാം. പിന്നെ വറുത്ത് പൊടിച്ച് ഉലുവ കയ്യിലുണ്ടെങ്കിൽ 2 പിഞ്ച് ഉലുവാപ്പൊടി ഇടാം. ഇല്ലയെന്ന് വെച്ചാലും കുഴപ്പമില്ല. 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഒത്തിരി ബലമായിട്ടൊന്നും ഇളക്കരുത് കേട്ടോ, മീനൊക്കെ പൊടിഞ്ഞു പോവേ. ഇനി 2 കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ മീനില്ലാതെ നമുക്ക് ഈ പച്ചത്തക്കാളി ഇങ്ങനെ തോരൻ വെക്കാവേ. പച്ചത്തക്കാളിയുടെ 1-2 റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കാണണം കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം. ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു റെസിപ്പി എന്തായാലും ഇഷ്ടമാകും. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.